ചേച്ചി, ഇന്ന് മലയാള മനോരമയിലെ ഹെഡിങ് ഇങ്ങനെയാണ്: ചങ്ങലയിട്ട ഭ്രാന്ത്. അതോടൊപ്പം കുറച്ച് വരികളും വായിക്കാം. കയ്യിൽ കൈവിലങ്ങ്, കാലിൽ ചങ്ങല, ശുചിമുറിയിൽ പോകാൻ പോലും പ്രയാസപ്പെട്ട വിമാനത്തിൽ 41 മണിക്കൂർ നരകയാത്ര. അങ്ങനെയാണ് ഇന്ത്യക്കാരെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? 104 ഇന്ത്യക്കാരെ അല്ലേ? കൈവിലങ്ങ്, കാലിൽ ചങ്ങല, ശുചിമുറിയിൽ പോലും പോകാൻ കഴിയാതെ നരകയാതന. അത്തരത്തിൽ അമേരിക്ക ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് അമേരിക്ക മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോ സത്യമാണ് എങ്കിൽ, ആ വീഡിയോ പുറത്തു വന്ന വീഡിയോ യാഥാർത്ഥ്യമുള്ള വീഡിയോ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇന്ത്യയോട് അതിന് മാപ്പ് പറയണം. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കേണ്ടത് ഈ വിധത്തിലാണോ? കൊലക്കുറ്റമൊന്നും അല്ലല്ലോ അവർ ചെയ്തത്. തീർച്ചയായിട്ടും അവരെ തിരിച്ചയക്കേണ്ടത് ഇങ്ങനെ അല്ല എന്നുള്ളത്. ഇപ്പോൾ കൊളംബിയയിലേക്ക് ആളുകളെ അമേരിക്ക തിരിച്ചയച്ചു. ആ അമേരിക്കയോട് കൃത്യമായ മറുപടി കൊളംബിയയ്ക്ക് നൽകാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ജനങ്ങളോട്, ഞങ്ങളുടെ ആളുകളോട് നിങ്ങൾ ഇത് കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് നൽകാൻ കഴിയും. പക്ഷെ ഇവിടെ നരേന്ദ്രമോദി ഇത്രത്തോളം ജനങ്ങളെ ഈ നരകയാതന അനുഭവിച്ച് കയറ്റി വിട്ടിട്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദി പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യക്കാരോട് ഇങ്ങനെയാണോ അമേരിക്ക പെരുമാറേണ്ടത്? കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം. മൈ ഫ്രണ്ട് എന്നാണ് ട്രംപ് മോദിയെ അഭിസംബോധന ചെയ്തത്. ട്രംപ് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ അദ്ദേഹം വിജയിക്കണമെന്ന് ഇന്ത്യയിലെ ഉടനീളമുള്ള 50% ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. വരണമെന്നത് അമേരിക്കയുടെ പ്രസിഡന്റായി. കാരണം മറുവശത്തിരിക്കുന്ന കമലാ ഹാരിസ് ആണ്, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്വദേശി കൂടിയായ അവർ നിന്നിട്ട് പോലും പലരും ആഗ്രഹിച്ചത് ട്രംപ് വരണമെന്നാണ്. മോദിയും ട്രംപും തമ്മിലുള്ള ഈ ഒരു ബന്ധം, ഊഷ്മളമായ ബന്ധം, ഇതൊക്കെ മാത്രമല്ല ഈ സ്ഥാനാരോഹണ ദിവസം ട്രംപ് മോദിയെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ട്രോളിയവർക്ക് മുന്നിലൂടെ ജയശങ്കറിനെ മുൻ സീറ്റിൽ ഇരുത്തിക്കൊണ്ടാണ് ട്രംപ് മറുപടി നൽകിയത് എന്നുള്ളതാണ്. കാരണം മറ്റു രാജ്യത്തെ പ്രസിഡന്റുമാരെല്ലാം പിന്നിലിരിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ഏറ്റവും മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇന്ത്യക്ക് വില നൽകുന്നുണ്ട് ട്രംപ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവിടെ ട്രംപും മോദിയും തമ്മിലുള്ള ഒരു ബന്ധത്തിന് വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യക്കാരെ തൊട്ടാൽ അത് എത്ര വമ്പനാണെന്ന് പറഞ്ഞാലും, ഏത് ലോകശക്തിയായ രാജ്യത്തെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാലും മോദി നോക്കി നിൽക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഉദാഹരണം ട്രംപ് തന്നെ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മോദിയുടെ മറ്റൊരു മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, ബലാക്കോട്ടിൽ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് നമ്മുടെ ഇന്ത്യൻ സൈനികൻ അഭിനന്ദ് വർത്തമാനെ പാക് സൈന്യം പിടിച്ചുകൊണ്ടുപോയി. 24 മണിക്കൂറിനകം എൻ്റെ സൈനികൻ എൻ്റെ രാജ്യത്തുണ്ടാകണം എന്ന് മോദി പാകിസ്ഥാന് താക്കീത് കൊടുത്ത സമയത്ത് ട്രംപ് മോദിയോട് വിളിച്ചു ചോദിച്ചു, ഞാൻ ഇക്കാര്യത്തിൽ പാകിസ്ഥാനോട് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മോദി പറഞ്ഞു, വേണ്ട, എൻ്റെ സൈനികനെ പാകിസ്ഥാൻ തൊട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകാൻ എനിക്ക് കഴിവുണ്ട്, എനിക്ക് അറിയാം, അതിൽ രണ്ടാമതൊരാളുടെ ആവശ്യം എനിക്കില്ല. മോദി പറഞ്ഞ് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് വാഗ അതിർത്തിയിൽ പാകിസ്ഥാൻ അഭിനന്ദ് വർത്തമാനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അതിന് കൃത്യമായ മറുപടി, നമ്മുടെ 48 സൈനികരെ തീർത്തതിന്റെ മറുപടി ഇന്ത്യ കൃത്യമായി നൽകുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം, പ്രത്യേകിച്ച് ട്രംപിനറിയാം മോദിയുടെ മറ്റൊരു മുഖം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് സമയം നിങ്ങൾ നൽകൂ, നിങ്ങൾ വിമർശിക്കൂ, അതിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഈ കൊടും കുറ്റവാളികളെ പോലെ കൈവിലങ്ങിട്ട് ശുചിമുറിയിൽ പോലും കയറാൻ കഴിയാതെ അവരെ 41 മണിക്കൂർ നരകവേദന അനുഭവിച്ചത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ നിങ്ങളൊന്ന് സമാധാനിക്കൂ. എന്താണ് അതിന് ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനു മുൻപേ നമ്മൾ ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു ആഞ്ഞടിക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നിലപാട് ഇപ്പോഴേ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ജയശങ്കർ തുടർച്ചയായി തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആദ്യം ഇന്ത്യക്കെതിരെ മാലിദ്വീപ് ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു, കാനഡ ഉണ്ടായിരുന്നു, ശ്രീലങ്ക ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ഇത്തരം പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഇത്തരം പ്രസ്താവനകളും ഇത്തരം വിവാദങ്ങളുമായി വരുമ്പോഴെല്ലാം ഇതിനെല്ലാം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നതിൽ വാസ്തവമുണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിൽ ഇന്ത്യ എന്ത് മറുപടി നൽകും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കൂ.
മറ്റൊന്ന് ഇപ്പോ ഇപ്പോ ജയശങ്കർ കൃത്യമായി മറുപടി പാർലമെന്റിൽ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രിയെ നമ്മൾ അങ്ങനെ എന്താ പറയുക അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. അദ്ദേഹം ഏത് തരത്തിലാണ് കൃത്യമായ ഡാറ്റകൾ അനുസരിച്ച് കൃത്യമായ കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു വിദേശകാര്യമന്ത്രിയാണ് എസ് ജയശങ്കർ എന്ന് പറയുന്ന ആൾ. അപ്പൊ അദ്ദേഹം കൃത്യമായ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത്, ഇത് ആദ്യമായിട്ട് 2025 ഇത്തരത്തിൽ ആളുകളെ പിന്നെ അനധികൃതമായി ഇന്ത്യയിലേക്ക് അയക്കുന്നത് അമേരിക്ക എന്നുള്ളതാണ്. അതിന് കൃത്യമായ രേഖകളുണ്ട് എന്നുള്ളതാണ്. 2009 734 പേരെയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് അയച്ചത്. 2010 779 പേരെയാണ്. 2011 597 പേരെ, 2012 530 പേരെ. ഈ സമയത്തൊന്നും ഇന്ത്യ ഭരിച്ചത് BJP അല്ല. 2013 515 പേരെ, 2014 591 വരെ, 2015 708 പേരെ, 2016 1303 പേരെ, 2017 1024 പേരെ, 2018 1180 പേരെ, 2019 2042 പേരെ, 2020 1889 പേരെ അയച്ചിട്ടുണ്ട്. 2021 805 പേരെ അയച്ചിട്ടുണ്ട്. 2022 862 പേരെ അയച്ചിട്ടുണ്ട്. 2023 617 പേരെ, 2024 1368, 2025 ഫെബ്രുവരി 5 വരെ 104 പേരെയാണ് അമേരിക്ക അനധികൃതമായി ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പോൾ ഇതാദ്യമായിട്ടല്ല അമേരിക്ക അനധികൃതമായി കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല അനധികൃതമായി നിങ്ങൾ മറ്റു രാജ്യത്ത് കുടിയേറി പാർക്കൂ. ലീഗലായി നമുക്കൊരു രാജ്യത്ത് താമസിക്കാം, അത് നമുക്ക് അർഹതയുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ പിന്നെ ശ്രീജിത്തിന് ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ത്യ വിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടുത്തെ പൗരത്വം ഉപേക്ഷിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യം തിരഞ്ഞെടുക്കും. ആ രാജ്യത്ത് എൻ്റെ ജോലി സാധ്യതകൾ നോക്കും. ജോലി സാധ്യതകൾ നോക്കിയിട്ട് അവിടെ എനിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും, ആ ജോലി തിരഞ്ഞെടുക്കും. അതിനുശേഷം നിയമപരമായി, അതായത് എംബസി പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് പോകുന്നത്. ഏത് രാജ്യമാണോ തിരഞ്ഞെടുക്കുന്നത് ആ രാജ്യത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ ശ്രീജിത്തിനെ തിരിച്ചു പറഞ്ഞയക്കാനുള്ള അർഹത ആ രാജ്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. ശ്രീജിത്ത് ലീഗലായിട്ടാണ് ആ രാജ്യത്ത് എത്തിയത്. ഇല്ലീഗലായി എത്തുന്നവരെ ഇന്ത്യ സംരക്ഷിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങൾ സംരക്ഷിക്കണമെന്ന് നമ്മൾ പിന്നെ പറഞ്ഞാൽ അതൊരിക്കലും മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കില്ല. ഇപ്പൊ റോഹിംഗ്യ മുസ്ലിങ്ങളെ ഇന്ത്യ സംരക്ഷിക്കുന്നത്, ഏകദേശം 40 ലക്ഷത്തോളം റോഹിംഗ്യകൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശികളെ ഇന്ത്യ സംരക്ഷിക്കുന്നുണ്ട്. എത്ര രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കുന്നു. അവരെ അനധികൃത കുടിയേറ്റക്കാരെ പറഞ്ഞുവിടാൻ ഇന്ത്യ ശ്രമിച്ചാൽ, ഈ ബംഗ്ലാദേശികളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞുവിടാൻ ഇന്ത്യ ശ്രമിച്ചാൽ താങ്ങാൻ ബംഗ്ലാദേശിന് കഴിവുണ്ടോ? റോഹിംഗ്യ മുസ്ലിങ്ങളെ മുഴുവനായിട്ട് പറഞ്ഞു വിട്ടാൽ താങ്ങാൻ ബംഗ്ലാദേശിന് കഴിവുണ്ടോ? ഇല്ല. അപ്പോ അനധികൃത കുടിയേറ്റക്കാരോട് ഇന്ത്യ കാണിക്കുന്ന ഒരു സമീപനം ഒരിക്കലും മറ്റ് രാജ്യങ്ങൾ കാണിക്കില്ല ഇന്ത്യക്കാരോട് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ഇന്ത്യയുടെ സംസ്കാരമോ ഇന്ത്യ തീരുമാനിക്കുന്ന നിലപാടുകളോ ഇന്ത്യ എടുക്കുന്ന സമീപനമോ അല്ല ട്രംപ് എടുക്കുന്നതോ മറ്റു രാജ്യങ്ങൾ എടുക്കുന്നത്. ഇതിപ്പോ അനധികൃത കുടിയേറ്റക്കാരെ വച്ചു പൊറപ്പിക്കില്ല എന്നുള്ളത് ട്രംപ് തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്. പാർലമെന്റിൽ ജയശങ്കറിന്റെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ വിവാദമാകുന്നുണ്ടല്ലോ, ഇതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള. അതെ, ജയശങ്കർ ആ ന്യായീകരണം ജയശങ്കർ പറയുന്നത് എന്താണ്, ഇതിനു മുൻപും ഇത്തരത്തിൽ ആളുകൾ വന്നിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടല്ല. അത് സത്യമാണ്, അതിന് നമ്മൾ വിമർശിക്കേണ്ട. പക്ഷെ ഈ കാണിച്ചതിന് ഇത് അമേരിക്കൻ ഭരണകൂടം ഇത്തരത്തിൽ കൈവിലങ്ങിട്ട് കാൽ വിലങ്ങിട്ട് ആളുകളെ നരകയാതന 41 മണിക്കൂർ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ അതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കും. നമുക്ക് കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കാം.